എല്ലാവർക്കും മൾബറി ബുട്ടിക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ തന്നെ ചെയ്തെടുത്തേക്കുന്ന കുറച്ച് കുർത്തീസിന്റെ കളക്ഷൻസ് ആണ്. നമുക്ക് ഡെയിലി വെയറിനെല്ലാം പറ്റിയ കുറച്ച് കുർത്തീസ് ആണ്. ഇത് ലൈനിങ് ഇല്ലാതെ അട്ടപ്പ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ലൈനിങ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ലൈനിങ് ഇട്ടും ചെയ്തു തരുന്നതാണ്. അതിൽ ആദ്യത്തെ കുർത്തി പിന്നെ എടുത്തിരിക്കുന്ന ഈ സെയിം കുർത്തിയാണ്. ഈ ഫാബ്രിക് വെച്ചിട്ട് നമ്മൾ ഒത്തിരി പാറ്റേൺ ചെയ്തിട്ടുണ്ട്. ഇത് ലൈനിങ് ഇട്ട് ടോപ്പും ബോട്ടമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ചൈനീസ് കോളറിനൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ട്. പല പാറ്റേണുകൾ നമ്മൾ ഈ ഫാബ്രിക് വെച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വീണ്ടും നമുക്ക് ഫാബ്രിക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോൾ ചെയ്തേക്കുന്ന ഒരു പാറ്റേൺ ആണ്. ഈ ഒരു വീനൊക്കെ വെച്ചിട്ട് ലേസ് പാറ്റേൺ ആണ് ചെയ്തേക്കുന്നത്. അതുപോലെ സ്ലീവ്സിലേക്കും ആ ഒരു ലേസിന്റെ ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇപ്പൊ നമ്മൾ ചെയ്ത് വെച്ചേക്കുന്നതെല്ലാം ഈ സെയിം പാറ്റേൺ ആണ്. ഇനി നമ്മുടെ ഫാബ്രിക് ബൾക്കായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇനി ഓർഡർ തരുമ്പോഴത്തേക്കും ഈ സ്റ്റിച്ചഡ് കുർത്തി എല്ലാം തീർന്നു പോയെങ്കിൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ അതിൽ ചിലപ്പോൾ ഈ ലേസ് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അതായത് കളറും വലിപ്പം എല്ലാം സെയിം ആയിരിക്കും. ഇതിന്റെ ഈ കട്ട് വർക്കിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് കൈ കിട്ടി കഴിയുമ്പോൾ വീഡിയോ കണ്ടതല്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നരുതല്ലോ, അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം. വളരെ ചെറിയ വ്യത്യാസം, കളറും സെയിം ആണ്, ഈ ലേസിന്റെ വീതി സെയിം ആയിരിക്കും. ആ കട്ട് വർക്കിങ്ങിൽ ചെറിയൊരു വ്യത്യാസം കാണാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് സമയം കളയാതെ ഇന്നത്തെ കളക്ഷൻസ് കാണാം. ഇതാണ് ആദ്യത്തെ കുർത്തി വന്നേക്കുന്നത്. നല്ലൊരു ഫ്ലോറൽ പ്രിന്റിൽ വന്നിട്ടുള്ള കുർത്തിയാണ്. ബേസ് കളർ ഒരു പിങ്ക് ആണ്. അതിൽ ഇങ്ങനെ ഒരു പ്രിന്റ് ആണ് ഇട്ട് വന്നേക്കുന്നത്. നല്ല കളർഫുൾ ആയിട്ടുള്ള കുർത്തിയാണ്. നെക്കിൽ ഇങ്ങനെ ഒരു വീനെക്ക് പാറ്റേൺ ആണ് വന്നേക്കുന്നത്. അതിൽ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. 3/4 സ്ലീവ് ആണ്. ബാക്ക് സൈഡ് ഇങ്ങനെ ലൈനിങ് ഇല്ലാതെ സ്ലിറ്റഡ് പാറ്റേണിൽ ചെയ്തിട്ടുള്ള കുർത്തിയാണിത്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറാണ്. വീഡിയോ കാണുമ്പോൾ കുറച്ച് ബ്രൈറ്റ് ആയിട്ട് തോന്നിക്കുമെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. അത്രയും ബ്രൈറ്റ് അല്ലായിരിക്കും കേട്ടോ, പക്ഷെ നല്ല ഭംഗിയായിട്ടുള്ള പ്രിന്റും കോമ്പിനേഷൻസും ഒക്കെയാണ്. നമുക്ക് ഡെയിലി വെയറിന് നല്ല കളർഫുൾ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു കുർത്തിയാണിത്. ഇതിന്റെ അകത്ത് ഓൾട്രേഷൻ സ്പേസ് കാണും. അതുപോലെ ഒരു 47 ഇഞ്ചോളം ലെങ്ത്തും കാണും. ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. പ്രൈസ് 750. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ബോട്ടം വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ബോട്ടം അവൈലബിൾ ആണ്. ബോട്ടത്തിന്റെ കൂടെ എടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, വേണമെങ്കിൽ എടുക്കാവുന്ന മാത്രം. ഇതാണ് ഇതിന്റെ കൂടെ പെയർ ചെയ്യാവുന്ന ബോട്ടം. ടോപ്പിന്റെ അതേ കളർ കോമ്പിനേഷൻ ആണ്. ഒരു സെമി പലാസോ പാറ്റേണിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ബാക്ക് സൈഡിൽ ഇതേപോലെ എലാസ്റ്റിക്, ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ പടിയുണ്ട്. അതുപോലെ നമ്മളിങ്ങനെ ഒരു വള്ളിയും വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാൻ പാകത്തിന്. 2 സൈഡ് പോക്കറ്റ്സ് ഉണ്ട്. താഴ്ഭാഗത്ത് കണ്ടോ, ഇത്രയും വീതിയിലുള്ളൊരു ബോട്ടാണ് കേട്ടോ. ഇനി ഇത്രയും വീതി വേണ്ട, വീതി കുറച്ച് മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. ടോപ്പ് ബോട്ടം ഇങ്ങനെ വരും. ഇത് പെയർ അല്ല കേട്ടോ, നിങ്ങൾക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ എടുക്കാം. ഞാൻ പക്ഷെ ഇതിന്റെ കൂടെ ഇങ്ങനെ മാച്ച് ആവുന്ന ഫാബ്രിക് ഉള്ളത് കൊണ്ട് അങ്ങനെ ചെയ്ത് കാണിക്കുന്നത് മാത്രം. ഇനിയിപ്പോൾ ടോപ്പ് മാത്രം മതിയെങ്കിൽ അങ്ങനെ എടുക്കാം. പക്ഷെ നല്ല ഭംഗിയാണ് ഇങ്ങനെ ഈ കോമ്പിനേഷൻസ്, സ്ട്രൈപ്പ് പാറ്റേണുകൾ വരുമ്പോൾ ഈ ഒരു പാറ്റേൺ ബോട്ടം കൂടെ ഇട്ടാൽ നല്ല കളർഫുൾ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ പെയറായിട്ട് എടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം. നിങ്ങൾക്ക് ഇതിന്റെ കൂടെ പ്ലെയിൻ ബോട്ടം മതിയെങ്കിൽ ഇങ്ങനെ ഒരു പ്ലെയിൻ ബോട്ടം അവൈലബിൾ ആണ്. ബാക്ക് സൈഡിൽ എലാസ്റ്റിക്, ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ പടിയും അതുപോലെ ഇങ്ങനെ ഒരു ടൈ ഒക്കെ ചെയ്ത് യൂസ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു പാറ്റേണിൽ ചെയ്തിട്ടുള്ള ബോട്ടമാണത്. 2 സൈഡ് പോക്കറ്റ്സ് ഉണ്ട്. ടോപ്പ് ബോട്ടം ഇങ്ങനെ വരും. ഇതും സെറ്റായിട്ട് എടുക്കണം നിർബന്ധമില്ല കേട്ടോ. ടോപ്പ് തനിച്ചെടുക്കാം, അതുപോലെ ബോട്ടവും തനിച്ചെടുക്കാം. ഇനി സെയിം പ്രിന്റിൽ തന്നെ ഒരു പിസ്താഗ്രി ഷെയ്ഡ് ബേസ് കളർ വന്നിട്ടുള്ള ഒരു ഫാബ്രിക്കും കൂടെ നമുക്കുണ്ട്. ഇതിൽ സ്റ്റിച്ചിങ് പാറ്റേൺ എല്ലാം തീർന്നു കേട്ടോ. അപ്പൊ ഇതിന്റെ ഫാബ്രിക് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതിലും ചെയ്തെടുക്കാം, നല്ല ഭംഗിയായിരിക്കും. ഇപ്പൊ നമ്മൾ കാണിച്ച ബോട്ടം എല്ലാം ഇതിനും പെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ ഫാബ്രിക്കിൽ കുർത്തി ചെയ്തിട്ട് ഈ ഒരു ബോട്ടത്തിന്റെ കൂടെ പെയർ ചെയ്താൽ നല്ലതായിരിക്കും. ഇത് ടോപ്പ് വരും, ഇത് ബോട്ടം. ഇതിന്റെ സ്റ്റിച്ചിന്റെ പാറ്റേൺ എല്ലാം തീർന്നു. നമ്മുടെ ഫാബ്രിക് ബൾക്കായിട്ട് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കളറിൽ മതിയെങ്കിൽ ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ ആദ്യം കാണിച്ച പാറ്റേൺ ഇല്ലേ, ലേസ് ഒക്കെ വെച്ച് അങ്ങനെ ഇതിൽ ചെയ്തെടുക്കാം. അപ്പൊ ഇതിന്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് നമുക്ക് ഈ ബോട്ടം ഉപയോഗിക്കാം. ഇനിയിപ്പോ ഈ സ്ട്രൈപ്പ് പാറ്റേൺ വേണ്ട, പ്ലെയിൻ മതിയെങ്കിൽ ഇതും ഇതിന്റെ കൂടെ മാച്ച് ആണ് കേട്ടോ. അപ്പൊ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് അതിന്റെ സ്ക്രീൻഷോട്ട് കറക്റ്റ് നോക്കി എടുക്കുക. ഇതാണ് അടുത്ത കുർത്തി. ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ഈ സെയിം പാറ്റേൺ തന്നെ നല്ല ഭംഗിയായിട്ടുള്ള അഫ്ഗാൻ കോളർ പാറ്റേണിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഇതിന്റെ നെക്ക് തന്നെയാണ് കേട്ടോ. ഇതിൽ വെച്ചേക്കുന്ന ഒരു അക്വാബയുടെ ഫാബ്രിക് ആണ്. അക്വാബയിൽ കട്ട് വർക്ക് വന്നിട്ടുള്ള ഒരു ഫാബ്രിക് വെച്ചിട്ടാണ് നമ്മളിത് ഈ യോക്കും അതുപോലെ സ്ലീവ്സും പാറ്റേൺ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനിലാണ് ഇത് വന്നേക്കുന്നത്. ഇതാണ് ക്ലോസർ വ്യൂ.
സ്ലിറ്റഡ് പാറ്റേണിൽ ലൈനിങ് ഇല്ലാതെ ചെയ്തിട്ടുള്ള കുർത്തിയാണിത്. ഇത് അങ്ങനെ വലിയ കട്ടിയുള്ള ഫാബ്രിക് ഒന്നും അല്ല. ലൈനിങ് ഇട്ട് ചെയ്താൽ കുറച്ചുകൂടെ കുർത്തികൾ ലാസ്റ്റ് ചെയ്യും. ഇനി ലൈനിങ് വേണ്ടാന്നുള്ളവർക്ക് മാത്രം ലൈനിങ് ഇല്ലാതെ ഉപയോഗിക്കാം. പക്ഷെ ലൈനിങ് ഇട്ടാൽ കുറച്ചുകൂടെ നല്ലതാണ്. അത്ര ഹെവിനെസ് തോന്നുന്ന ഒരു ഫാബ്രിക് അല്ല. ഫാബ്രിക് തന്നെ കനം കുറഞ്ഞൊരു ഫാബ്രിക് ആണ്. ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. പ്രൈസ് 699. ഇങ്ങനെ വരും. 3/4 സ്ലീവ് ആണ്. സ്ലീവ്സിൽ കണ്ടതാ ഇങ്ങനെ ഒരു അക്കോബ ഫാബ്രിക് കൊണ്ടുള്ളൊരു ബോർഡർ ആണ് വന്നേക്കുന്നത്. എല്ലാ സൈസും അവൈലബിൾ ആണ്. ഇതാണ് അടുത്ത കുർത്തി. ഇപ്പൊ നമ്മൾ തൊട്ട് മുൻപ് കണ്ടില്ലേ, അതിന്റെ സെയിം കളർ കോമ്പിനേഷൻ ആണ്. ആ ടോപ്പിന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫാബ്രിക് കൊണ്ട് വേണമെങ്കിൽ ബോട്ടം ചെയ്താലും ഒരു പെയറായിട്ട് ഇടാൻ കേട്ടോ. നല്ല ഭംഗിയാണ്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു പാറ്റേൺ തന്നെയാണ് ഇതിലും ചെയ്തിട്ടുള്ളത്. സെയിം തന്നെ അഫ്ഗാൻ കളർ പാറ്റേൺ ചെയ്തേക്കുന്നു. ഇതാണ് കുർത്തിയുടെ ക്ലോസർ വ്യൂ വന്നേക്കുന്നത്. സ്ലിറ്റഡ് പാറ്റേൺ ലൈനിങ് ഇല്ലാതെ ചെയ്തേക്കുന്ന കുർത്തിയാണിത്. ഇതിന്റെയും എല്ലാ സൈസും അവൈലബിൾ ആണ്. പ്രൈസ് 699. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആദ്യം കാണിച്ച ആ ഫ്ലോറൽ പ്രിന്റുമായിട്ട് നമുക്കിത് ഈ ഫാബ്രിക് വെച്ച് ബോട്ടം ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. ഞാനൊന്ന് വെച്ച് കാണിക്കാം കേട്ടോ. ആ ഫാബ്രിക്കിൽ ചെയ്തിട്ടുള്ള ബോട്ടം, ബാക്ക് സൈഡിൽ ഇതേപോലെ എലാസ്റ്റിക്കും ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ പടി വന്നിട്ടുള്ള ഒരു ബോട്ടമാണ്. 2 സൈഡ് പോക്കറ്റ്സ് ഉണ്ട്. ഇതൊരു സെമി പലാസോ പാറ്റേണിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. കണ്ടോ, ഇത്ര വീതിയുണ്ട് താഴ്ഭാഗത്ത്. നല്ല ഫ്രീ ആയിട്ട് നമുക്ക് നല്ല ഈസി മൂവ്മെന്റിന് പറ്റിയൊരു ബോട്ടമാണിത്. നിങ്ങൾക്ക് ഇനി ഇത്രയും വീതി വേണ്ട, വീതി കുറച്ച് മതിയെങ്കിൽ അങ്ങനെ ആവാം. ടോപ്പ് ബോട്ടം ഇതാ ഇങ്ങനെ വരും. ഇനി നമുക്ക് ഈ ടോപ്പിന്റെ കൂടെ ഈ സെയിം ബോട്ടം തന്നെ പെയർ ചെയ്താലും നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ടോപ്പും ബോട്ടം ഒരേ പ്രിന്റിൽ വരും. ഇതാ ഇങ്ങനെ വരും. ഇതാണ് അടുത്ത കുർത്തി. ഈ സെയിം കളർ കോമ്പിനേഷൻ, പ്രിന്റിൽ ചെറിയ വ്യത്യാസമുള്ള ഒരു പാറ്റേൺ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറെ പേർക്ക് കിട്ടാതെ പോയിട്ടുണ്ട് കേട്ടോ. ഈ പ്രിന്റിൽ മാത്രമാണ് ചെറിയ വ്യത്യാസമുള്ളൂ. ബാക്കി കോമ്പിനേഷൻസ് എല്ലാം സെയിം തന്നെ. ഇതാണ് അടുത്തത്. ഇതാണ് ക്ലോസർ വ്യൂ വന്നേക്കുന്നത്. ബാക്ക് സൈഡ് ഇങ്ങനെ നെക്കിൽ നമ്മളൊരു ലേസ് പാറ്റേൺ ആണ് കേട്ടോ ചെയ്തേക്കുന്നത്. ഈ ഫാബ്രിക്കിന്റെ തന്നെ ഒരു ബോർഡർ ആണ് വന്നേക്കുന്നത്. സ്ലിറ്റിന്റെ ഈ പോർഷനിലും രണ്ട് സൈഡിലും ആ ഫാബ്രിക്കിന്റെ ബോർഡർ വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാ സൈസും അവൈലബിൾ ആണ്. പ്രൈസ് 750. ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. ഇത് ലൈനിങ് ഇല്ലാതെ കേട്ടോ ചെയ്തേക്കുന്നത്. അത്യാവശ്യം കട്ടിയുള്ള ഫാബ്രിക് ആണ്. ലൈനിങ് കിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എല്ലാ സൈസും അവൈലബിൾ ആണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ലാസ്റ്റ് കുർത്തി വന്നേക്കുന്നത്. നമ്മൾ തൊട്ട് മുൻപ് കണ്ടില്ല, അതിന്റെ സെയിം കളർ കോമ്പിനേഷൻ തന്നെ. ഇതിലും പ്രിന്റ് ചെറിയ വ്യത്യാസമുണ്ട്. അതാ ഇങ്ങനെ വരും. പാറ്റേൺ സെയിം തന്നെയാണ്. ലേസ് പാറ്റേൺ ആണ് യോക്കിൽ കൊടുത്തേക്കുന്നത്. ഇതാണ് ഇതിലും ഇങ്ങനെ ബോർഡർ വന്നിട്ടുണ്ട്. എല്ലാ സൈസും അവൈലബിൾ ആണ്. അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സൈസും കൂടെ മെൻഷൻ ചെയ്തിട്ട് വാട്സപ്പ് ചെയ്ത് തരിക. നമ്മൾ കണ്ടതിൽ കുറച്ച് ടോപ്പും ബോട്ടായിട്ട് വന്നിട്ടുള്ളതുണ്ടായിരുന്നു, ടോപ്പ് തനിച്ചുള്ളതുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ടോപ്പ് തനിച്ചെടുക്കാം, അതുപോലെ ടോപ്പും ബോട്ടും വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനി ലൈനിങ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ലൈനിങ് ഇട്ടും ചെയ്തു തരുന്നതായിരിക്കും. എല്ലാത്തിൻ്റെയും എല്ലാ സൈസും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്ത് തരിക. വീഡിയോ കാണുമ്പോൾ കളറിൽ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതുപോലെ കോട്ടൺ ഫാബ്രിക് ആയതുകൊണ്ട് എല്ലാം വാഷ് കെയർ എടുത്ത് തന്നെ വാഷ് ചെയ്ത് ശ്രദ്ധിക്കുക. അടുത്ത കളക്ഷൻസ് ആയിട്ട് വീണ്ടും കാണാം. ബൈ.